The Kerala Blasters have been waiting for is finally here. The return of Ivan Bukmanovic. നീ ബൈബിളിൽ ഉപദ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് തന്നെ അതൊന്നെടുത്ത് വായിക്കണം. ഉപദ്യാവിന്റെ പുസ്തകം. നീ ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കും. കൊച്ചിയിലെ തട്ടകത്തിൽ കൊമ്പ് കുത്തിക്കുകയാണ്. ഈ ആരവങ്ങൾക്ക് കാതോർക്കുക, ഈ ശബ്ദത്തിന് ചരിത്ര വിജയമാണ്. നിലവിലെ ലീഗ് ഷീൽഡ് വിന്നേഴ്സായ മുംബൈ സിറ്റി എഫ്സിയുടെ അൺബീറ്റൻ റെക്കോർഡ് ഇനി പഴങ്കഥയാണ്, ഓൾഡ് സ്റ്റോറിയാണ്. കൊച്ചിയിൽ ഞങ്ങളുടെ വീടും നിങ്ങൾക്ക് നരകമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് മുംബൈ സിറ്റിക്ക് മനസ്സിലായി കാണും. നായകൻ്റെ സാന്നിധ്യത്തിലും നൽകിയ വാക്കും വീട്ടാനുള്ള കണക്കും ഓർമ്മയിൽ സൂക്ഷിച്ചൊരു ടീം മുംബൈയുടെ കഥയങ്ങ് അവസാനിപ്പിക്കുന്നു. ചൂടാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞവരും പൂട്ടുമെന്ന് പറഞ്ഞവരും ഇന്ന് നിശബ്ദരാണ്. ഉന്തിയും തള്ളിയും പിടലയ്ക്ക് പിടിച്ചും നേടിയ വിജയത്തിൻ്റെ കുങ്കം പേറി വെല്ലുവിളിച്ച് വന്ന ഗ്രിഫിറ്റ്സിനെ നിരാശനാക്കി പുറത്തേക്ക് അയക്കുന്നു. നന്ദി കേട് കാണിച്ച പാരഡൈസിൻ്റെ മുകളിലേക്ക് അന്ന് ഫ്ലാഗിലേക്ക് ചാടിച്ചോട്ടിയ തീരുമാനത്തിന് മറുപടി ആയിക്കൊണ്ട് മൈതാനത്തെ ദൈനതയോടെ നോക്കി നിൽക്കുക എന്ന വിധി ചുമത്തപ്പെടുകയാണ്. ഫ്ലൈയിങ് ടാർഗറ്റിൽ ഒരു ഷോട്ട് പോലും എതിർക്കാൻ കഴിയാതെ എല്ലായിടവും പയറ്റുമെടുത്ത മുംബൈയുടെ ക്ലൈമാക്സ് ബാഗോ മുംബൈ എന്ന ആർത്തുവിളിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ കലൂർ സ്റ്റേഡിയം പ്രതികാരത്തിൻ്റെ ആത്മസംതൃപ്തിയിലേക്ക് ആടിയുലയുകയായിരുന്നു. ഏതൊരു വമ്പനും തങ്ങളുടെ തട്ടകത്തിൽ എത്തിയാൽ മുട്ടടിക്കുമെന്ന സത്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് പിള്ളേരങ്ങ് ആ കണക്ക് തീർക്കുകയാണ്. ഇതൊരിക്കലും പെപ്രയോ ദിമിയോ മാത്രം നൽകുന്ന വിജയമല്ല, ചോര പൊടിഞ്ഞാലും വിഴിൽ നിന്നുറപ്പിച്ച 11 പേരും നൽകിയ വിജയം തന്നെയാണ്. നായകസ്ഥാനം ഏറ്റെടുക്കുന്ന ലെസ്കോയും പിഴവുകൾ തിരുത്തുന്ന പ്രീതം കോട്ടാലും തന്നെ കടന്നൊരു സ്വപ്നം അതുണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു നിന്ന ഡ്രിങ്കിച്ചും സച്ചിൻ എന്ന മാലാഗയും ചാങ്തയെ തൻ്റെ പോക്കറ്റിലാക്കിയ നവോച്ച സിംഗും വിപിൻ്റെ പരിക്കിന് ശേഷം പകരമായി എത്തിയ അസറും ഒപ്പം ഡാനിഷും ഐമനും രാഹുലിൻ്റെ വേഗതയും ഷോട്ടും ദിമിയുടെ ഫിനിഷിങ്ങും പെപ്രയുടെ ഗോളും അസിസ്റ്റും പകരക്കാരുടെ പോരാട്ടവും അങ്ങനെ മുംബൈ എന്ന അഹങ്കാരികൾ യഥാർത്ഥത്തിൽ നരകമെന്താണെന്ന് അനുഭവിച്ചറിയുക തന്നെയായിരുന്നു. ഇനിയും വെല്ലുവിളിക്കുന്നവർക്ക് ഉദാഹരണമായി കലൂരിൽ ഇത്തരം കഥകൾ അരങ്ങേറുമ്പോൾ ഒന്നോർക്കുക, ഇത് വെറുമൊരു ടീമല്ല. ഈ തട്ടകത്തിൽ വന്ന് മുട്ടടിക്കാതെ കളിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അതിജീവിക്കേണ്ടത് ആ ഗാലറിയെയാണ്, ആ ഗാലറിയിലെ 12ാമനെയാണ്. അതിന് പോകുന്ന ഗെറ്റ്സ് ആകുമ്പോൾ ഇങ്ങോട്ട് വരിക. ആരാധകർക്ക് നൽകിയ വാക്ക് പാലിച്ച് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ 2-0 എന്ന വിജയം നേടുമ്പോൾ തലകുനിച്ച് ഞങ്ങളുടെ കോട്ടയിൽ നിന്നും മടങ്ങുന്ന മുംബൈ സിറ്റിയോട് ആ ഗാലറിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും പറഞ്ഞല്ലേ, പോരണ്ട.